ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാറായി. എല്ലാ പാർട്ടികളും അതത് സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞു. കേരളത്തിൽ CPM തങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർണയിക്കുവാൻ സാധിക്കുന്ന 15 ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞു. ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് CPM ഇത്തവണ കളത്തിലിറക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി എന്ന വലിയ നാണക്കേടിനെ മായ്ക്കുവാൻ CPM ശക്തരായ സ്ഥാനാർത്ഥികളുമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻനിരയിൽ തന്നെയുണ്ട്. ഇത്തവണ വടകരയിൽ നിന്ന് മത്സരിക്കുവാൻ പോകുന്നത് സാക്ഷാൽ KK ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പിണറായി സർക്കാരിൽ വലിയ നേട്ടങ്ങൾ നേടിക്കൊടുത്ത, ഒന്നാം പിണറായി സർക്കാരിൻ്റെ യശസ് വാനോളം ഉയർത്തിയ, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ പേരും പ്രശസ്തിയും നേടിക്കൊടുത്ത ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു KK ശൈലജ ടീച്ചർ. ജനഹൃദയങ്ങളിൽ കൃത്യമായ ഇടമുണ്ടായിരുന്ന ഒരു നേതാവ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യയായ ഒരു വ്യക്തിയായിരുന്നു. മുഖ്യമന്ത്രിയാക്കണമെന്ന പാർട്ടിക്കുള്ളിലും പുറത്തും പ്രതിപക്ഷത്തുമൊക്കെ വലിയ ആഗ്രഹമുണ്ടായിരുന്ന, സഭയിൽ വരെ അത് പരാമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു KK ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ എല്ലാവരെയും മാറ്റി പുതിയ ആളുകളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് മന്ത്രിസഭ രൂപീകരിച്ചു. അവിടെ KK ശൈലജയ്ക്ക് ഇടം കൊടുത്തില്ല, KK ശൈലജയെ മാറ്റി നിർത്തി. പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ KK ശൈലജയെ വടകരയിൽ നിർത്തി മത്സരിപ്പിക്കുവാൻ പോകുന്നു. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുരളീധരൻ മത്സരിച്ച വടകര ലോക്സഭാ മണ്ഡലം, ഇടതുപക്ഷത്തിന്റെ P ജയരാജൻ മത്സരിച്ച വടകര ലോക്സഭാ മണ്ഡലം, അവിടെ ഇക്കുറി മത്സരിക്കുവാൻ പോകുന്നത് KK ശൈലജയാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ കേരളത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ KK ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആരാകണം എന്ന പ്രീപോൾ സർവേയിൽ കൂടുതൽ പേരും പറഞ്ഞത് KK ശൈലജ മുഖ്യമന്ത്രിയാകണമെന്നാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെയും LDFന്റെ കൺവീനറുടെയും ജില്ലയായ കണ്ണൂരിൽ 41.4% ആളുകളും പറഞ്ഞത് KK ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ്. അവിടെ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയന് ലഭിച്ചത് 13.3% ആളുകളുടെ പിന്തുണ മാത്രമാണ്. അതായത് മുഖ്യമന്ത്രിയോടൊപ്പമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ കൂടുതലോ ജനപിന്തുണയുണ്ട് KK ശൈലജയ്ക്ക് കേരളത്തിൽ എന്ന് സാരം. അതുകൊണ്ട് തന്നെ ആകണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വടകരയിൽ മത്സരിപ്പിച്ച് ഒന്നുകിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് MP സ്ഥാനത്തേക്ക് പറഞ്ഞുവിടുകയും അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് പറഞ്ഞുവിടുകയും, അതല്ല എങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയ്ക്ക് അത്രമേൽ വേരുള്ള കണ്ണൂരിൽ മത്സരിപ്പിക്കാതെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് തോറ്റുപോയാൽ ഒതുക്കാം എന്ന തന്ത്രമാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒരു വിഭാഗം ചിന്തിക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകളും അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. അതിന് ഉദാഹരണമായി പറയുന്നത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്തവണ ഇവിടെ മത്സരിച്ചത് P ജയരാജനാണ്. P ജയരാജന് എതിർകക്ഷിയായി മത്സരിച്ചത് K മുരളീധരനാണ്. അത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ 5,26,755 വോട്ടുകൾ കരസ്ഥമാക്കി. 49.81% വോട്ടുകളാണ് നേടിയത്. 6.40% വോട്ടിന്റെ വർധനവ്. അവിടെ P ജയരാജൻ നേടിയത് 4,42,092 വോട്ടുകളായിരുന്നു. 41.81% വോട്ടുകൾ നേടി. 1.26% വോട്ടിന്റെ കുറവ്. 84,603 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു K മുരളീധരൻ അവിടെ ഉണ്ടായിരുന്നത്. വടകരയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ, കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിലും സർവേ നടത്തിയപ്പോൾ, ആര് മുഖ്യമന്ത്രിയാകണമെന്ന സർവേ നടത്തിയപ്പോൾ അവിടെ 28.8% ആളുകൾ പറഞ്ഞതും KK ശൈലജ ടീച്ചർ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നാണ്. അതായത് നിലവിൽ വടകരയിൽ മത്സരിക്കുവാൻ പോകുന്ന KK ശൈലജ ടീച്ചർ, കൊല്ലത്ത് കൃത്യമായ ഇടമുള്ള KK ശൈലജ ടീച്ചർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അധികാരം കഴിയുന്നതോടുകൂടി പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെയാകണം മുഖ്യമന്ത്രി പിണറായി വിജയനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന പക്ഷം KK ശൈലജ ടീച്ചറിനെ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് കടത്തിവിടുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. അതിനുവേണ്ടിയിട്ടാകണം അവരെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കോവിഡും നിപ്പയും അടക്കമുള്ള വലിയ രോഗങ്ങൾ വന്ന സമയത്ത് മുൻനിരയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയം വേണ്ട, ജാഗ്രത മതി
എന്ന ആപ്തവാക്യങ്ങൾ നൽകി, ആത്മവിശ്വാസം നൽകി, വേണ്ട മുൻകരുതലുകൾ എടുത്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കെ ശൈലജയ്ക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ജനസ്വീകാര്യത വളരെ 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 കൂടുതലാണ്. പകുതിയിലേറെ ആളുകളും പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്നുമാണ്. അതായത് 2019 പി ജയരാജന് കണ്ണൂരിൽ വേരുണ്ടായിരുന്നത് പോലെ തന്നെയാണ് കെ ശൈലജയ്ക്ക് കണ്ണൂരിൽ ജനസ്വീകാര്യതയുള്ളത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ വലിയ സ്വീകാര്യതയായിരുന്നു പി ജയരാജനുണ്ടായിരുന്നത്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഫ്ലെക്സ് ബോർഡുകൾ, അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആളുകളുടെ മുദ്രാവാക്യങ്ങൾ, കണ്ണൂർ ജില്ലയിലെ എന്തു പരിപാടിക്കും മുഖ്യം സ്ഥാനത്ത് നിന്ന് അത് നടത്തിക്കൊടുക്കുന്നത് സഖാവ് പി ജയരാജൻ. ആ പി ജയരാജനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാതെ വടകരയിൽ മത്സരിപ്പിച്ച് പി ജയരാജന്റെ ജനപിന്തുണ വടകരയിൽ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വടകരയിലെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ തീരുമാനിച്ചതിന് ശേഷം കണ്ണൂരിന്റെ ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്നും പി ജയരാജനെ മാറ്റി നിർത്തുന്നു, താൽക്കാലികമായി മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നു. അതിനുശേഷം വടകരയിൽ മത്സരിപ്പിക്കുന്നു. വടകരയിൽ ദയനീയമായി അവസാന നിമിഷം കോൺഗ്രസ് തീരുമാനിച്ച, UDF തീരുമാനിച്ച കെ മുരളീധരൻ എന്ന ശക്തനായ കോൺഗ്രസ് നേതാവിനോട് തകർന്നടിഞ്ഞു പോവുകയായിരുന്നു അന്ന് പി ജയരാജൻ. അതിനുശേഷം സ്വാഭാവികമായും അദ്ദേഹത്തെ തിരിച്ച് ജില്ലാ സെക്രട്ടറി ആക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കിയില്ല. അതിനെ ചൊല്ലി വലിയ വിമർശനങ്ങളും തർക്കങ്ങളും കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടാകുകയുണ്ടായി. സംസ്ഥാന തലത്തിൽ അത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. അതല്ല എങ്കിൽ അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾക്കൊള്ളിക്കുന്ന ഒരു കീഴ്വഴക്കം, അതായത് മത്സരിച്ച് തോക്കുന്നവരെ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഒരു കീഴ്വഴക്കം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. അവിടെയും പി ജയരാജനെ തന്ത്രപരമായി തള്ളുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്തവണ കെ ശൈലജയെയും കുരുതി കൊടുക്കുവാനുള്ള തന്ത്രങ്ങളാണ് നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിഭാഗത്തിൻ്റെ തലച്ചോറിൽ ഉദിക്കുന്ന ഒരു കൂർമ്മബുദ്ധി എന്ന് പലരും പറയുന്നു. അതിൽ ഇടതുപക്ഷത്തിൻ്റെ ചില പാളയങ്ങൾ അത് ശരിവെക്കുന്നുമുണ്ട്. പി ജയരാജനെ ഒരിക്കൽ ഒതുക്കിയ അതേ പാതയിൽ, അതേ പാളയത്തിൽ, അതേ തന്ത്രത്തിൽ തന്നെയാണ് കെ ശൈലജ ടീച്ചറിനെയും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒതുക്കുവാൻ പോകുന്നത് എന്ന ഏകദേശം അങ്ങനെ തന്നെ തെളിയുകയാണ് ചിത്രവും. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പി ജയരാജൻ കണ്ണൂരിൽ കൃത്യമായി ഇടം നേടുന്നു, വേരൂന്നി നിൽക്കുന്നു, തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു നേതാവായി മാറുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പമോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ കൂടുതലോ ജനപിന്തുണ നേടുന്നു. ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി നിന്നുകൊണ്ട് ജനസ്വീകാര്യത പിടിച്ചുപറ്റി കണ്ണൂർ ജില്ലയിലും കേരള സംസ്ഥാനം മുഴുവനും ശ്രദ്ധേയമായ നിലപാടുകൾ സ്വീകരിച്ച ജനസ്വീകാര്യത പിടിച്ചുപറ്റിയ കെ ശൈലജയെ, അതേ കണ്ണൂർകാരിയായ കെ ശൈലജയെ പി ജയരാജനെ പോലെ വടകരയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. അവിടെ വിജയിച്ചു പോയാൽ MP ആക്കി ഒതുക്കാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഇനി ജനങ്ങളോ അല്ലെങ്കിൽ പാർട്ടിക്കാരോ പറയില്ല എന്ന ആത്മവിശ്വാസം ഉള്ളിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അണികൾക്കുമുണ്ട്. അതല്ല, അവിടെ വീണ്ടും കെ മുരളീധരൻ മത്സരിച്ച, വീണ്ടും അവിടെ കെ മുരളീധരൻ വിജയിച്ചാൽ കെ ശൈലജ ടീച്ചറെ നിഷ്പ്രഭമാക്കാം എന്ന തന്ത്രപരമായ നീക്കത്തിന്റെ ആദ്യ ചുവടാണോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം എന്ന് സംശയിക്കേണ്ടതായുണ്ട്.